ഇങ്ങനെയൊക്കെ ഓരോരുത്തന്മാര് വിദേശത്തുനിന്ന് വന്ന നമ്മൾ എങ്ങനെ ജീവിക്കും രവിച്ചേട്ടാ? ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു. കൊതിക്ക് വേണ്ടി ഒരു കൊച്ചു ബെൻസും എടുത്തു. ഇനി പഴയതുപോലെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കിടന്ന് തള്ള. മച്ചാനെ, ഈ ഡബിൾ നമ്പർ എന്ന കൊറിയ സിനിമയിലെ ഹീറോ ഹീറോയിന്റെ സിസ്റ്ററുമായി ബന്ധപ്പെടുന്നു. നമ്മള് മലയാളത്തിലേക്ക് കോപ്പി ചെയ്യുമ്പോ മലയാളത്തിലാവുമ്പോ ഒരു ചേഞ്ച് വേണ്ടേ മച്ചാനെ? മലയാളത്തിൽ ഹീറോ ഹീറോയിന്റെ മമ്മിയുമായി ബന്ധപ്പെടട്ടെ. ആർക്കാ ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത്? അല്ലേ രവിച്ചേട്ടാ? അല്ലേടാ മച്ചു? അപ്പൊ മച്ചു, സീൻ തുടങ്ങുന്നത് ഹീറോ ഹീറോയിന്റെ വീട്ടിലേക്ക് സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വരും. കോളിംഗ് ബെൽ അമർത്തുന്നു. ആരും തുറന്നില്ല. ഒന്ന് തൊട്ടപ്പോ വാതിൽ താനെ അങ്ങ് തുറക്കുന്നു. നമ്മുടെ ഹീറോ അവിടെ മൊത്തം തിരയുന്നു. ആരെയും കാണുന്നില്ല. വീണ്ടും ഹീറോ ഇങ്ങനെ തിരയുമ്പോൾ അവിടേക്ക് കുളി കഴിഞ്ഞു വരുന്ന ഹീറോയിന്റെ മമ്മി, അതും ബാത്തിങ് കോസ്റ്റ്യൂമിൽ. അത് കണ്ട് പെട്ടെന്ന് ഹീറോയ്ക്ക് ടെംപ്റ്റേഷൻ. ഹീറോ ഹീറോയിന്റെ മമ്മിയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ പരസ്പരം മന്ത്രിച്ചു. അടുത്ത കട്ട് മമ്മിയുടെ ബെഡ്റൂം. ജില്ല 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 ജില്ല. അതെ, നമുക്ക് ഹീറോയിന്റെ മമ്മിയായിട്ടെ ഹിമ റോസിനെ കൊണ്ടുവരാം. കാരണം ഹീറോ ഞാനാണല്ലോ. ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തത്? നെക്സ്റ്റ് ഷോട്ട് ഓപ്പൺ ചെയ്യുന്നത് കിളിപ്പച്ച കളർ ആക്റ്റീവയിൽ വീട്ടിലേക്ക് വരുന്ന ഹീറോയിൻ. വന്ന ഉടനെ അവിടെ മൊത്തം നോക്കുന്നു. അവിടെ ഇവിടെ ചില അപശബ്ദങ്ങൾ മാത്രം. വാതിൽ തുറന്നു നോക്കുന്ന ഹീറോയിൻ ഞെട്ടലോടെ ആ കാഴ്ച കാണുന്നു. കണ്ടപാടെ ഡോർ വലിച്ചടയ്ക്കുന്നു. ആ വാതിലിൽ ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അയ്യപ്പ ക്രിയേഷൻസ് പ്രസൻസ് എരിവും പുളിയും. മച്ചു, ഇത് 100 കൂട്ടേ മടക്കൂ. അണ്ണാ തട്ടിക്കോ. രവിച്ചേട്ടാ എങ്ങനെയുണ്ട്? പിന്നെ ആദ്യം ഈ പടം വേണമെന്ന് പ്രൊഡ്യൂസറായിട്ടൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് മതി ഈ കൊറിയൻ പടത്തിന്റെ കോപ്പിയടി. എരിയും പുളിയും പോലും. സിനിമ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വാർത്തയുമായാണ് സിനിമ ന്യൂസ് ഇന്ന് ആരംഭിക്കുന്നത്. കടലാസ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 12ഓളം ചിത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ഇവയിൽ സൂപ്പർ സ്റ്റാർ പ്രോജക്ടുകളും ഉൾപ്പെടുന്നു. ഉടൻ ഷൂട്ടിംഗ് തുടങ്ങാനിരുന്ന എരിയും പുളിയും, ആരാടാ വലിയവൻ, പോടാ എലുമ്പ, ബിഗ് സീറോ തുടങ്ങിയ ന്യൂ ജനറേഷൻ സിനിമകളാണ് നിർത്തിവെച്ചിരിക്കുന്ന സിനിമകളിൽ പ്രധാനപ്പെട്ടവ. ഇവ റദ്ദ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ആരും വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും അന്യദേശ സിനിമകളുടെ പ്രമേയം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിരിക്കുന്നവയാണ് ഇവയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതോടെ ന്യൂ ജനറേഷൻ സിനിമകളുടെ വസന്തകാലം അവസാനിച്ചുവെന്ന് പ്രശസ്ത സംവിധായകൻ കേട്ടില്ലേ? സ്വന്തം തലച്ചോറ് പോലെ ഉപയോഗിക്കാൻ കഴിവില്ലാത്ത സ്റ്റൂപ്പിഡ്സ്. ഇവനൊക്കെ പോയി ചത്തൂടെ? പ്രൊഡക്ഷൻ കൺട്രോളർ രവി ഇങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായില്ല. ഒന്ന് കൺഫേം ചെയ്യാനാണ് എന്നോട് വരാൻ പറഞ്ഞത്. സത്യം എനിക്കും അറിയില്ല. സംഗതി ചളവാക്കിയതാ പീതാംബരൻ ചേട്ടനാ. ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോ നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. എന്തേ, ഒരു സിനിമ ചെയ്തപ്പോഴേക്കും ഞാൻ നിനക്ക് അന്യനായോ? സോറി സർ, പറ്റിപ്പോയി. എങ്ങനെയെങ്കിലും എനിക്ക് കുരുക്കിന്നൊന്ന് രക്ഷപ്പെട്ടാ മതി. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. കേട്ടിടത്തോളം അയാളുടെ ലക്ഷ്യം പണം തന്നെയാണ്. അത് തരപ്പെടുത്തി കൊടുക്കാൻ നോക്ക്, കഴിയാവുന്നിടത്തോളം. ശരി സർ. സാർ, ഒക്കെ ശരി. ഈ സീനല്ലേ സാർ ഡബ് ചെയ്യേണ്ടത്? ഇതല്ല, ഇത് ഞാൻ വേറെ ചെയ്തിട്ടുണ്ടല്ലോ, കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതെടുത്തോണ്ട്. ഓ തന്നെ, അങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചു കൊടുത്താൽ അയാൾ കേക്കോടെ. നീ ഒരു കാര്യം ചെയ്യ്, എന്നെ കൊണ്ട് പറ്റണത് നീ ഒപ്പിച്ചോണ്ട് വാ, എന്നെ കൊണ്ട് പറ്റണത് ഞാനും നോക്കാം. ശരി, ഞാൻ നോക്കട്ടെ. അണ്ണാ, ഇതാ ഞാൻ പറഞ്ഞ പാർട്ടി. 30 ലക്ഷം അല്ലേ? അതെ ചേട്ടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈടായിട്ട് പ്രോപ്പർട്ടി വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലാതെ നടക്കില്ല. അല്ലെങ്കിൽ അനിയന്മാരെ സ്വർണ്ണം ഉണ്ടോ?
ഗോൾഡ് ഗോൾഡ് അതായാലും മതി. മാർക്കറ്റ് വിലയേക്കാൾ കാശ് തരാം. 24 മണിക്കൂറും വർക്കിംഗ് ആണേ. ഇതേ എന്റെ പപ്പ തന്ന ഗിഫ്റ്റാ. പപ്പ എന്ന ഗിഫ്റ്റ് മോൾ സൂക്ഷിച്ചു വെച്ചോ. എനിക്കൊന്നും കാണുന്നത് ഇഷ്ടമാണ്. ഓ, ഒരു ആദർശവാൻ. അതേടി, ഇതൊന്നും കണ്ടിട്ടൊന്നും അല്ല നിന്നെ ഞാൻ കിട്ടിയത്. അനിയെ 500 രൂപ പിറ്റി എടുത്തിട്ട് വേഗം പോ. വലിച്ചില്ല സാർ, കത്തിച്ചേ ഉള്ളൂ. 6 രൂപ. വലിക്കണ്ട, കത്തിച്ചാലും മതി. വേഗം പെറ്റി അടിച്ചിട്ട് പോവാൻ നോക്കടാ. ഞങ്ങളുടെ 5 പൈസ സാറേ. സാറേ, യവമാരെ കയ്യിൽ കാശില്ലാന്ന്. നോക്കണ്ട, കാരണവന്മാർക്ക് അടുപ്പിലും തൂറാം. എന്താടാ പൊതുസ്ഥലത്ത് നിന്ന് പുക വലിച്ചിട്ട് മുട കാണിക്കണ? അപ്പൊ മോനീ നാട്ടിൽ നിന്നല്ല. ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും ഒരു നിയമം ബാധകമല്ല. അനിയന്മാര് മുട കാണിക്കാതെ പെറ്റി അടച്ചിട്ട് പോകാൻ നോക്ക്. സാർ ഇതേ ഉള്ളൂ. അല്ല സാർ, രസീത്. ഓ, അങ്ങ് എത്തിക്കാം. നിന്റെ അമ്മയുടെ ആ വാ വാ. ആ, എങ്ങോട്ടാടാ ഈ സമയത്ത്? ഒരു ഫ്രണ്ടിനെ കാണും. അർദ്ധരാത്രി ഫ്രണ്ടിനെ കണ്ടിട്ട് എന്നെ കാണിക്കാനാ? ഫ്രണ്ടോ അതോ ഫ്രണ്ടിയോ? ആ, ഇതിനകത്ത് എന്താടാ? സർ, ആ, സർ, 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 അതിന്റെ വൈഫുണ്ട്. അപ്പോ സ്വർണ്ണക്കടത്താണല്ലേ? സർ, അപ്പൊ പോത്താ, നമ്മളെ 2 ദിവസം ചുറ്റിച്ചുകൊണ്ടിരുന്ന മറ്റേ ലവനാണിവൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാനൊരു ഫിലിം ഡയറക്ടറാ. ഓ, എന്തോ സിനിമാ സംവിധായകൻ. കണ്ടാലും പറയും. പിടിച്ച് കേട്ടടേ അവനെ വണ്ടിയില്. അങ്ങനെ ചെയ്തിട്ടില്ല. സർ, പ്ലീസ് സർ, ഒന്ന് പറയുന്നത് കേൾക്ക്. സർ, പ്ലീസ്. സർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സർ. വണ്ടിയെടു. സർ, ഇല്ല സർ, ഒന്നും ചെയ്തിട്ടില്ല. ഒരു സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തേ ഉള്ളൂ. സാറിനറിയാലോ ഇവിടുത്തെ സിറ്റുവേഷൻ. ആളെ മനസ്സിലായില്ല. അനിയൻ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ സിനിമാ സംവിധായകനാണെന്ന്? സ്വാമി ശരണം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ എടുത്തിയാട്ടം കാണിക്കരുതെന്ന്. ഈ പൊന്നു വിറ്റാൽ തീരുന്ന പ്രശ്നമാണോ നമ്മുടെ മുന്നിലുള്ളത്? എവിടെ പോയി നിന്റെ ആദർശം? എടാ, 15 ദിവസത്തിനുള്ളിൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തത്. അതിന്റെ ഇടയിൽ ഒരു പൊല്ലാപ്പായിട്ട് ഇറങ്ങിക്കോളൂ. പിന്നെ ഇതൊന്നും ഈവ അറിയാതിരുന്ന കൊള്ളാം. എന്തായാലും കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കളി അവസാനിപ്പിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, നാളെ വൈകിട്ട് നീ വീട്ടിലേക്ക് വാ.